എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ് ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. ടർബോ സിനിമ, പിന്നെ ഗൗതം മേനോൻ മമ്മൂട്ടി മൂവി, ബിലാൽ ജോൺ കുരിശിങ്കൽ. അപ്പൊ മഹേഷ് നാരായണനില്ലേ? മഹേഷ് നാരായണ മൂവി മറ്റൊന്ന്. ഓക്കെ, അപ്പൊ തുടക്കം ടർബോയിൽ തന്നെ തുടങ്ങാം. അടുത്ത റിലീസായിട്ട് എത്തുന്ന നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ടർബോ തന്നെയാണ്. ടർബോ സിനിമയുടെ കാർണിവൽ ഇന്ന് നടക്കുന്നുണ്ട് അബു സിദ്ര മാളിൽ, ഖത്തർ. യെസ്, അതായത് ദ ബിഗ്ഗസ്റ്റ് മൂവി പ്രൊമോഷൻ ഇവന്റ് ഇൻ ഖത്തർ. ഇന്ന് 6 മണിക്കാണ് പരിപാടി നടക്കുന്നത് കേട്ടോ. ഫുൾ ടീമും ഉണ്ടാവും കേട്ടോ. ഫുൾ ടീം ഉണ്ടെന്നുള്ളതാണ്. രാജ്ബി ഷെട്ടി, മമ്മൂക്കയും, പിന്നെ നായിക, പിന്നെ നമ്മുടെ മിഥുൻ മാനുവൽ തോമസ്, ഇവരൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം ബഹുലമായിരിക്കും. ട്രൂത്ത് നടത്തുന്നതല്ലേ? ട്രൂത്ത് നടത്തുന്ന കാരണം ഗംഭീരം തന്നെ ആയിരിക്കും. അതെ, അതൊന്നും സംശയമില്ല, ഒരു സംശയമല്ല. എന്തായാലും 2 ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, 2 അല്ല 3 നമ്മുടെ നായിക അഞ്ജന ജയപ്രകാശ്, ഇന്ദുലേഖയായിട്ട് വരുന്നു. ആളുടെ നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല കുട്ടിയായിട്ടുള്ള അടിപൊളി ഒരു പോസ്റ്ററാണ് ഇന്ദുലേഖ. അടുത്തത് ബിന്ദു പണിക്കർ, റോസക്കുട്ടി. മമ്മൂക്കയുടെ അമ്മയായിരിക്കും. അമ്മയാവാനാ ചാൻസ്. അറിഞ്ഞൂടാട്ടോ, ഇനി ചേച്ചിയാണോന്ന് അറിയത്തില്ല, നമുക്ക് അറിയാൻ പാടില്ലല്ലോ. അതെ, എന്തായാലും അമ്മയുടെ ഒരു ഏജിന്റെ ഇതൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് അമ്മ രീതിയിലാണ് എന്ന് തോന്നുന്നു. എന്തായാലും കുട്ടികളുടെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുടെ ക്യാരക്ടർ ആളെത്രത്തോളം പോസിറ്റീവ് ആണെന്നുള്ളതൊക്കെ അതിൽ വ്യക്തമാണ്. അതിനകത്ത് 2 മനസ്സിലാവും. നമ്മൾ ട്രെയിലറിൽ കണ്ട കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറും ഉണ്ട്, എന്നാൽ കുട്ടികളുടെയൊക്കെ കൂടെ അവരുടെയൊക്കെ വല്യമ്മച്ചിയായിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളായിട്ടും വരുന്നുണ്ട്. അതെ, അടുത്തത് രാജ്ബി ഷെട്ടി, ദ അൾട്ടിമേറ്റ് വില്ലൻ, വെട്രിവേൽ ഷൺമുഖ സുന്ദരം. അടിപൊളി പേരാട്ടോ, ഷൺമുഖ സുന്ദരം. അതെ, കൊള്ളാം. ഇതിന്റെ കളർ ഗ്രേഡും കാര്യങ്ങളും ഒക്കെ വേറെ ലെവലാണ്. കോസ്റ്റ്യൂമേ വേറെ ലെവലാണ്. പിന്നെ ഒരു റെഡ് ലൈന് മാത്രം ഇങ്ങനെ കൊടുത്തിട്ടില്ലേ, രസമാണത്. പിന്നെ ആള് പക്ക സാധാരണ നാടൻ ബീഡിയാണ് വലിക്കുന്നത് കേട്ടോ. നാടൻ ബീഡിയാണ്. എന്തായാലും കിടിലൻ പേരും കിടിലൻ ലുക്കും. അപ്പം ആളാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുള്ള ആളായിരിക്കും. അതെ, അതാണ് ആ ഒരു സാധനത്തിൽ നിന്ന് വിടാണ്ട് പിടിച്ചിട്ടുള്ളത്. അത് താഴെ കിടയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന ആളാണ്. പലരെയും ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കിയ ആളാണ്, വെട്ടിക്കൊന്ന് ആ സാമ്രാജ്യം പിടിച്ചെടുത്തുള്ളത്. അപ്പോൾ അത് വ്യക്തമാക്കുന്നതാണ് ആ ഒരു, അതായത് പഴയ ശീലം അതേപോലെ ആവർത്തിക്കുന്നു എന്നുള്ളത്. അതെ. ഓക്കെ, എന്തായാലും അടുത്തത് നമ്മുടെ ടർബോ സിനിമ കർണാടകയിൽ വിതരണത്തിന് എത്തിക്കുന്നത് നമ്മുടെ രാജ്ബി ഷെട്ടിയാണ്. ആളെന്തായാലും അഭിനയിച്ച സിനിമയാണ്. ആൾക്കറിയാം അതിന് എന്തുമാത്രം വാല്യൂ കർണാടകയിൽ ഉണ്ടാവും എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ആള് യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. അതെ, ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് അവിടെ വിതരണത്തിന് എത്തിക്കുന്നത് കേട്ടോ. ആളുടെ കമ്പനി തന്നെയാണ് കേട്ടോ. അപ്പം അത് ഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലാണ് സിനിമ വരുന്നത്. ഇപ്പോൾ ഇറ്റലിയിൽ ഇറ്റാലിയൻ പള്ളിപ്പെരുന്നാൾ നടത്തുന്നത് ഇൻഡസർ എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ ഫിൻലാൻഡിൽ രാസ അല്ലേ, ഇടിപ്പെരുന്നാള് ഓരോന്നും ഓരോ പേരുണ്ട്. ഈ ഫിൻലാൻഡൊക്കെ കേട്ടോണ്ടിരുന്നത് പണ്ട് നോക്കിയ ഫോൺ ഇറങ്ങുമ്പോഴാണ്. മെയ്ഡ് ഇൻ ഫിൻലാൻഡ് ആണെങ്കിൽ മാത്രം അത് ഒറിജിനൽ എന്ന് പറഞ്ഞൊരു കാലഘട്ടം. ആ സാധനമാണ് ഫിൻലാൻഡൊക്കെ ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും സംഭവബഹുലമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, ഇതിനിടയിൽ നമ്മുടെ അർജുൻ അശോകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ വന്നതാണ്. അത് ലേറ്റസ്റ്റ് പിക്കാണ്, അത് പഴയ പിക്കൊന്നല്ല. കമ്മിങ് സൂൺ എന്നാണ് ആൾ കൊടുത്തിരിക്കുന്നത്. കമ്മിങ് സൂൺ. അർജുൻ അശോകൻ ഇതിലെന്താ റോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളാണ് ഇതിലെ ഒരു സോങ് പാടിയിരിക്കുന്നത്, നമ്മുടെ ട്രെയിലറിൽ കേട്ട ആ സോങ്. എന്തായാലും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബിലാലല്ല, അതായത് നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്ങളുടെ വരവല്ലത്. ഇത് പലരും ബിലാൽ ജോൺ ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ എത്ര കമന്റ്സ് മൊത്തം തന്നെ ബിലാൽ ജോൺ കുരിശിങ്കൽ, ബിലാലിക്ക സത്യം ഒടുവിൽ വരുന്നു, ബിലാലിക്ക വരുന്നു എന്ന രീതിയിലൊന്നും വേണ്ട. ബിലാലല്ല, ഇത് ബിലാലല്ല, ഇത് നമ്മുടെ ടർബോ ജോസ് ആണ്. പക്ഷെ ബിലാലിന്റെ ലുക്കിലാണ് അല്ലേ, ആ ഒരു പിന്നെ ആ ഗ്ലാസ് ഒക്കെ വെച്ചോണ്ട്, പിന്നെ ഷോട്ടും അങ്ങനത്തെ ഒരു ബാറിലുള്ള സാധനല്ലേ, ആ ഒരു സാധനം. അതാണ് അള്ളാ ബിലാലിക്കാന്ന് പറഞ്ഞ സാധനം. കടിച്ച് കേറി വരുന്ന സാധനം. അതന്നെ. ഇതെന്താ സംഭവം അറിയോ, ഒരു പ്രൊമോ സോങ്ങിന്റെ ഷൂട്ടാണ്. ഈ പ്രൊമോ സോങ് ഉടനടി പുറത്തു വരും എന്നുള്ളതാണ് കേൾക്കുന്നത്.
ഒരു യോയോ സാധനം. ഒരു റാപ്പ് സോങ് ആണ്. യെസ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്ത് വിടേണ്ട സമയത്ത് പുറത്ത് വിട്ടോളൂ. പാടുന്നത് അർജുൻ അശോകനാണോ? അല്ല. ഓക്കെ. അതായത് അർജുൻ അശോകൻ പാടിയത് അതായിരുന്നു. മേ ബി അർജുൻ അശോകന്റെ ആ ഒരു എന്തെങ്കിലും സംഭവങ്ങൾ ആളെന്തായാലും ഈ ഒരു സോങ്ങിൽ ഉണ്ടാവാൻ ചിലപ്പോൾ, അതറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ. അപ്പോൾ ബിലാലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. അല്ലാതെ ഇനി ബിഗ് ബിയുടെ കുറിച്ചൊരു അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, അത് അതിൻ്റെ അട്ടേക്ക് കൂടെ തള്ളി വിട്ടതാണ്. അടുത്തത് നമ്മുടെ ഗൗതം മേനോൻ മമ്മൂട്ടി മൂവി. സിനിമയാണ് ആളുടെ നെക്സ്റ്റ് മൂവി, അതായത് മമ്മൂക്കയുടെ. അത് ഏകദേശം 80% കൺഫേം ആയിട്ടുണ്ട്. അതെ. ഇപ്പോൾ അടുത്തതായിട്ട് മമ്മൂക്ക ചെയ്യേണ്ടിയിരുന്ന സിനിമ ജിതിൻ കെ ജോസിൻ്റെ ആ ഒരു ത്രില്ലർ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ പൃഥ്വിരാജും മമ്മൂട്ടി ഒരുമിക്കുന്നു എന്നുള്ള ആ ഒരു ന്യൂസ് വന്ന സിനിമ, റിയൽ ബേസ്ഡ് സ്റ്റോറി. ആ സിനിമ മുന്നോട്ട് നീട്ടി വെച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ആ സിനിമയിൽ പൃഥ്വിരാജിനെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് മമ്മൂട്ടിയും തന്നെ ഒരുമിക്കും. പൃഥ്വിരാജിന്റെ 2 സിനിമകളോളം ഉണ്ട് അർജന്റായിട്ട് തീരാനുള്ളതുണ്ട്. എമ്പുരാനും പിന്നെ വേറെ ഏതോ ഒരു സിനിമയും കൂടി ഉണ്ട്. സലാർ 2. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഗൗതം മേനോൻ അങ്ങ് ഏറ്റെടുത്തു. അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ ജിതിൻ കെ ജോസിൻ്റെ സിനിമ പിന്നീട് സംഭവിക്കും, അത് ഡ്രോപ്പ് ആയിട്ടില്ല. ഓക്കെ. പിന്നെ മഹേഷ് നാരായണൻ മൂവി. അതായത് ഈ സിനിമയുടെ പ്രശ്നം കാരണമാണല്ലോ അതിൻ്റെ ഇടയിലൊരു സിനിമ എന്നുള്ളത് ആലോചിക്കേണ്ട സാഹചര്യം. ആദ്യം പ്ലാനിങ് ഉണ്ടായിരുന്നത് ഈ സിനിമ മഹേഷ് നാരായണൻ മൂവി അടുത്ത് വരും എന്നുള്ളതായിരുന്നു മമ്മൂക്കയുടെ. അതിനുശേഷമാണ് വന്നത് മമ്മൂക്ക ജിതിൻ കെ ജോസ് മൂവി ആവും. അതിന് ഗ്യാപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് ഗൗതം മേനോൻ മൂവി ഫസ്റ്റ് ചെയ്യും, അതിനുശേഷം മഹേഷ് നാരായണൻ മൂവി, അതിനുശേഷമായിരിക്കും ജിതിൻ കെ ജോസ് മൂവി ഉണ്ടാവും. അതിന് കാരണം മഹേഷ് നാരായണൻ മൂവി അല്പം നീളാൻ കാരണം ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രശ്നമുണ്ടോ, കുറച്ച് കൂടുതൽ ബഡ്ജറ്റ് വരുന്നതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും ആ സിനിമയും ഡ്രോപ്പായി എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഡ്രോപ്പായിട്ടില്ല, അതും നടക്കും. പക്ഷേ ഗൗതം മേനോൻ മൂവിയാണ് ആദ്യം നടക്കുന്നത്. ജൂൺ 2 സിനിമയുടെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്, അറിയില്ല ചെന്നൈയിൽ വെച്ചിട്ടാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇതുവരെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ നയൻതാര നായികയായിട്ട് എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പക്ഷേ അത് കൺഫേം ആയിട്ടില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. യെസ്, അത് ഒഫീഷ്യലി ഇതിൻ്റെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. കൺഫേം ആണ് സിനിമ എടുത്തത് ഗൗതം മേനോൻ മൂവിയാണ്, അത് മാത്രമാണ് കൺഫേം ആയിട്ടുള്ളത്. പിന്നെ മമ്മൂട്ടി കമ്പനി സിനിമ നിർമ്മിക്കും എന്നുള്ളതും നമ്മളിത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നത് റൂമർ മാത്രമായി പോകുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.